പെരിന്തൽമണ്ണ നഗരസഭാ വിജിലൻസ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന. പെരിന്തൽമണ്ണ നഗരസഭാ വിജിലൻസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ വത്സൻ സിക്കയുടെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിനോദ്, മുനീർ, ദീനു, ട്രോമ കെയർ പ്രവർത്തകരായ യൂണിറ്റ് ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി, ഗിരീഷ് കീഴാറ്റൂർ, ഫാറൂഖ് പൂപ്പലം, ജിൻഷാദ് പൂപ്പലം, നൌഷാദ് പൂപ്പലം എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായിരുന്നു മാലിന്യമുക്തം നവകേരളയിൽ ബന്ധപ്പെട്ട് എല്ലാ സ്ഥാപനങ്ങളിലും ജൈവമാലിന്യ ഉറവിടത്തിൽ സംസ്കരിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ജൈവമാലിന്യങ്ങൾ ഹരിതകർമ്മസേന കൈമാറുന്നുണ്ടോ, സ്ഥാപനത്തിന്റെ പൊതു ശുചിത്വ നിലവാരം എങ്ങനെയാണ്, അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ, ഓരോ സ്ഥാപനത്തിലും ഇത് സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം പരിശോധിക്കുന്നതിന് ഗ്രീൻ പ്രോട്ടോകോൾ ഓഫീസർമാരുണ്ടോ എന്നിവ ലക്ഷ്യമിച്ചാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം, അതുപോലെ തന്നെ നമ്മുടെ വിജിലൻസ്, ആഭ്യന്തര വിജിലൻസ്, നഗരസഭയുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം രൂപീകരിച്ച വിജിലൻസ് സ്ക്വാഡ് ഇന്ന് സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ പെരിന്തൽമണ്ണ നഗരസഭയിലെ മുഴുവനും സ്ഥാപനങ്ങളും പരിശോധിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഒക്ടോബർ 2 തന്നെ എല്ലാ അജൈവ മാലിന്യങ്ങളും ശേഖരിച്ചുകൊണ്ട് ഹരിതകർമ്മസേനയെ കൈമാറി നമ്മൾ മാലിന്യമുക്തം നവകേരളത്തിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് മാറുക, സീറോ വേസ്റ്റ് പ്രദേശമായി ഓഫീസായി മാറുക, അതോടൊപ്പം തന്നെ ജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ സംസ്കരിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാത്തൊരു സ്ഥലമായിട്ട് ഒരു നഗരമായി മാറ്റിയെടുക്കുകയാണ് ഞങ്ങൾ ഈ സ്ക്വാഡിന്റെ ഉദ്ദേശ ലക്ഷ്യം. പൊതുവെ ഇന്നത്തെ പരിശോധനയിൽ എല്ലാ ഓഫീസുകളും ഇതിൽ പൂർണ്ണമായിട്ടും സഹകരിക്കുന്നതിന്, പ്രത്യേകിച്ച് ബഹുമാന്യ തഹസിൽദാർ, അതുപോലെ തന്നെ എല്ലാ ഓഫീസ് മേധാവികളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒക്ടോബർ 2 തന്നെ ഒരു പൊതു ശുദ്ധീകരണം നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് എല്ലാ മാസങ്ങളിലും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയെ കൈമാറുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ജൈവമാലിന്യങ്ങൾ ഓരോ സ്ഥാപനത്തിലും സംസ്കരിക്കുന്ന ബില്ലുകൾ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുഴുവൻ സ്ഥാപന മേധാവികളെന്ന് ഇന്നത്തെ പരിശോധനയിൽ അറിഞ്ഞു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്.